രണ്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ യുഎസിന്റെ MQ-1 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അമേരിക്ക ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. തകർന്ന F-15 വിമാനത്തിലെ ഒരു പൈലറ്റിനായി തെരച്ചിൽ തുടരുകയാണ്. ഇറാനിലെ ഇസ്ഫഹാൻ മേഖലയിലാണ് യുഎസിന്റെ MQ-1 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുടെ 2 വിമാനങ്ങൾ വീഴ്ത്തിയതിന് പിന്നാലെയാണ് MQ-1 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടത്. അമേരിക്കയുടെ F-15A-10 വിമാനങ്ങളാണ് നേരത്തെ തകർന്നത്. F-15 വിമാനമാണ് ആദ്യം ഇറാൻ ആക്രമിച്ചത്. ഈ വിമാനത്തിലെ ഒരു പൈലറ്റിനെ അമേരിക്ക രക്ഷപ്പെടുത്തി. എന്നാൽ മറ്റൊരു പൈലറ്റിനെ കാണാതായി. ഇയാൾക്കായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി തിരച്ചിൽ തുടരുകയാണ്. F-15 വിമാനം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയുള്ള രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് A-10 വിമാനം ആക്രമിച്ചത്. 5 ആഴ്ചയായി തുടരുന്ന US-ഇറാൻ യുദ്ധത്തിനിടയിൽ ആദ്യമായാണ് അമേരിക്കൻ പൈലറ്റുള്ള ഒരു പോർവിമാനം ഇറാൻ വെടിവെച്ചിടുന്നത്. അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് ഇറാനെ അമേരിക്കൻ സൈന്യം പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് 48 മണിക്കൂർ തികയും മുൻപാണ് യുഎസിന്റെ 2 വിമാനങ്ങൾ ഇറാൻ തകർത്തത്. അതേസമയം അമേരിക്കൻ സൈനിക വിമാനം വെടിവെച്ചിട്ടത് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിമാനങ്ങൾ ആക്രമിച്ചത് ചർച്ചകളെ തടസ്സപ്പെടുത്തുമെന്ന വാദവും ട്രംപ് തള്ളി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സൈനിക നീക്കങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.